സാഹസികനായ വിപ്ലവകാരി, സമരസപ്പെടാത്ത പ്രക്ഷോഭകാരി, ഭയമെന്ന വാക്കിന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടം കൊടുക്കാതിരുന്ന ഒരു മനുഷ്യൻ, അനീതിയുടെ മുമ്പിൽ ഒരിക്കലും തലകുനിക്കാത്ത പോരാളി, സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ തൊഴിലാളികളുടെ കണ്ണീരിന് വില കൊടുത്ത ഒരു വിപ്ലവകാരി. തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരമൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആജാനുബാഹുവായ ശരീരം, അസാധാരണമായ കായിക ശക്തി, അതിനേക്കാൾ വലിയ മനക്കരുത്ത്, അധികാരത്തിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ജയിലിനെയും മർദ്ദനങ്ങളെയും മരണഭീഷണിയെയും പുഞ്ചിരിയോടെ നേരിട്ട ധീരൻ. അദ്ദേഹത്തിൻ്റെ പേര് എൻ ശ്രീകണ്ഠൻ നായർ. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി സ്വന്തം ജീവിതം സമർപ്പിച്ച പ്രക്ഷോഭകാരി, സ്വാതന്ത്ര്യ സമര സേനാനി, നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ഇതിഹാസ നായകൻ. എന്നാൽ ഇത്രയേറെ സംഭാവനകൾ നൽകിയിട്ടും വേണ്ടത്ര എഴുതപ്പെടാതെയും ഓർമ്മിക്കപ്പെടാതെയും പോയ ഒരു ഹതഭാഗ്യൻ. ആ ധീരൻ്റെ ജീവിതം എവിടെ നിന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണൊരു സാധാരണ മനുഷ്യൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ മായാത്ത അധ്യായമായി മാറിയത്? അറിയപ്പെടേണ്ടതും ഓർമ്മിക്കപ്പെടേണ്ടതുമായ ആ ജീവിതകഥയിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. 1913 ജൂലൈ 15 അമ്പലപ്പുഴയിലെ ചിറ്റപ്പറമ്പിൽ എന്ന സമ്പന്ന കുടുംബത്തിൽ അധ്യാപികയായിരുന്ന ജാനകിയമ്മയുടെയും തിരുവനന്തപുരം സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന നീലകണ്ഠപിള്ളയുടെയും ഏക മകനായിട്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ജനനം. 1932 തിരുവല്ല MGM ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായി. തുടർന്ന് ചങ്ങനാശ്ശേരി സെൻറ്റ് ബ്രക്മാൻസ് കോളേജിൽ ചേർന്ന അദ്ദേഹം 1934 ഇൻ്റർമീഡിയറ്റ് പൂർത്തിയാക്കി. തുടർന്ന് 1937 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 1ാം ക്ലാസ്സോടെ BA ഹോണേഴ്സ് ബിരുദം നേടി. ഉന്നത ഉദ്യോഗങ്ങൾ പലതും തേടിയെത്തുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ആകർഷിച്ചത് സ്വാതന്ത്ര്യ സമരവും തൊഴിലാളി പ്രക്ഷോഭങ്ങളുമായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം ആലപ്പുഴയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം. അമ്പലപ്പുഴയിലെ പ്രസിദ്ധനായ KK കുഞ്ചുപിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ നേതാവായി അദ്ദേഹം വളർന്നു. പൊന്നറ ശ്രീധരായിരുന്നു അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിച്ചത്. 1938 കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന യൂത്ത് ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. അതേ വർഷം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സ്ഥാപക അംഗമായും പ്രവർത്തിച്ചു. 1930കളുടെ അവസാനത്തോടെ കൊല്ലത്തും തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങിയിരുന്നു. അന്നത്തെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലം. കൊല്ലത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളായ കണ്ണന്തോടത്ത് ജനാർദ്ദനൻ നായർ, TM വർഗീസ്, കുമ്പളത്ത് ശങ്കുപിള്ള, C കേശവൻ എന്നിവർ കൂടിയാലോചിച്ച ശേഷമാണ് ശ്രീകണ്ഠൻ നായരെ കൊല്ലത്തേക്ക് ക്ഷണിച്ചത്. 1940കളിൽ രൂപം കൊണ്ട കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. 1938 39 അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. 1940 കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ 19 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. കറുകച്ചാൽ ലോക്കപ്പിലായിരുന്നു ആ തടവ് ജീവിതം. 1941 അവസാനത്തോടെ കൊല്ലത്ത് നിരവധി തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയായി ശ്രീകണ്ഠൻ നായർ മാറി. അതോടെ പട്ടംതാണുപിള്ള, TM വർഗീസ്, C കേശവൻ, കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവരോടൊപ്പം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി. കൊല്ലത്തെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും അവർക്ക് രാഷ്ട്രീയ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിനും അദ്ദേഹം നേതൃത്വം കൊടുത്തു. മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ബോണസ് എന്ന തത്വം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ കൊല്ലം H&C കമ്പനിയിൽ നടന്ന ഒരു തൊഴിലാളി സമരത്തിൻ്റെ ഒത്തുതീർപ്പിലൂടെയായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ സോഷ്യലിസ്റ്റുകാർ കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞ് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ദേശീയ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ കേരളത്തിൽ നിന്നും പങ്കെടുത്തത് ശ്രീകണ്ഠൻ നായരും മത്തായി മാഞ്ഞൂരാനുമായിരുന്നു. അക്കാലത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹ്യ, അച്യുത് പട്വർധൻ തുടങ്ങിയ ഗാന്ധിയൻ സോഷ്യലിസ്റ്റുകളായിരുന്നു. ആ സമ്മേളനത്തിൽ യുവതലമുറ ഒരു നിർണായക പ്രമേയം അവതരിപ്പിച്ചു. മാർക്സിസം ലെനിനിസം പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമായി അംഗീകരിക്കണം. എന്നാൽ ആ പ്രമേയം അംഗീകരിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. അതോടെ പുതുതലമുറ അവരിൽ നിന്നും വേർപിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ 1947 സെപ്റ്റംബർ 21 മത്തായി മാഞ്ഞൂരാനുമായി ചേർന്ന് ശ്രീകണ്ഠൻ നായർ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. അക്കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് സാമുദായിക സംഘടനകളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു.
ഈ നിലപാടിനോട് ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള വിപ്ലവകാരികൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ശ്രീകണ്ഠൻ നായർക്ക് വലിയൊരു ശിക്ഷകണവും ആരാധക വൃന്ദവും ഉണ്ടായിരുന്നു. അവർ സാധാരണ പ്രവർത്തകരായിരുന്നില്ല. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസവും മർദ്ദനവും ഏറ്റുവാങ്ങി രാഷ്ട്രീയ ജീവിതം തീച്ചുളയിൽ വാർത്തെടുത്തൊരു തലമുറയായിരുന്നു അത്. ടി കെ ദിവാകരൻ, ബേബി ജോൺ, RS ഉണ്ണി തുടങ്ങിയവർ അതിനുദാഹരണങ്ങളാണ്. അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവ പോരാളികളായിരുന്നു. അക്കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഗുണ്ടകളുടെയും തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്ന ചില മുതലാളിമാരുടെയും പേടി സ്വപ്നമായിരുന്നു ശ്രീകണ്ഠൻ നായർ. ധീരനും കരുത്തനുമായ അദ്ദേഹത്തെ ചൂഷകവർഗം ഭയപ്പാടോടെയായിരുന്നു കണ്ടിരുന്നത്. തിരുവിതാംകൂർ പോലീസും ചോറ്റുപട്ടാളവും തൊഴിലാളികളെ മർദ്ദിച്ചിരുന്ന കാലത്ത് ശ്രീകണ്ഠൻ നായർ എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത മാത്രം തൊഴിലാളികൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നിരുന്നു. അദ്ദേഹം കൂടെയുണ്ടെങ്കിൽ തങ്ങളെ ആരും അന്യായമായി ആക്രമിക്കില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പാവപ്പെട്ട തൊഴിലാളികളെ മർദ്ദിക്കാനെത്തിയ ഗുണ്ടകളെ അദ്ദേഹം പലപ്പോഴും ഒറ്റയ്ക്ക് നേരിട്ടിരുന്നതായി സഹപ്രവർത്തകരുടെ ഓർമ്മക്കുറിപ്പുകളിൽ പറയപ്പെടുന്നു. അതിലൂടെ തൊഴിലാളികളുടെ ആത്മവിശ്വാസം അദ്ദേഹം ഉയർത്തി. പാർവതി മില്ലിലെ തൊഴിലാളികളെ മർദ്ദിച്ച മരിയാഭൂതം എന്ന പോലീസ് ഇൻസ്പെക്ടറെ ശ്രീകണ്ഠൻ നായർ നടുറോഡിൽ വെച്ച് പൊക്കിയെടുത്ത് നിലത്തടിച്ചു എന്ന സംഭവം സഹപ്രവർത്തകരുടെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നു. ആജാനുബാഹുവായ ശരീരപ്രകൃതിയുള്ള മനുഷ്യനായിരുന്നു ശ്രീകണ്ഠൻ നായർ. ഒറ്റ ഇരിപ്പിൽ 25 ഇഡ്ഡലി വരെ കഴിച്ചിരുന്നുവെന്ന് സഹപ്രവർത്തകർ തമാശയോടെ ഓർക്കാറുണ്ട്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലങ്ങൾ പോലും രാഷ്ട്രീയ സുഹൃത്തുക്കൾക്കിടയിൽ കൗതുക വിഷയമായിരുന്നു. ഭക്ഷണപ്രിയൻ എന്നതിനോടൊപ്പം എത്രനാൾ പട്ടിണി കിടക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഭക്ഷണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൊരിക്കൽ അദ്ദേഹത്തിൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിച്ചു. 1924 11-ാം വയസ്സിൽ അമ്മയോടൊപ്പം കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്ക് പോകാനെത്തിയതായിരുന്നു. അമിതമായി ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് യാത്ര മുടങ്ങി. അവർ കയറാതെ പോയ അതേ റെഡിമർ ബോട്ടാണ് പല്ലനയാറിൽ അപകടത്തിൽപ്പെട്ടത്. ആ ദുരന്തത്തിലാണ് മഹാകവി കുമാരനാശാൻ മരണമടഞ്ഞത്. തനിക്ക് ശരിയെന്ന് തോന്നിയ നിലപാടുകൾ ഉറച്ചു നിന്ന അദ്ദേഹം ആവശ്യമെങ്കിൽ മുതിർന്ന നേതാക്കളോട് പോലും തുറന്നു പറയാൻ മടിച്ചിരുന്നില്ല. അക്കാലത്തെ തിരുവിതാംകൂറിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിൽ ഒരാളായിരുന്നു ശ്രീകണ്ഠൻ നായർ. മാർക്സിസം ലെനിനിസത്തോട് ശക്തമായ ആഭിമുഖ്യം പുലർത്തിയിരുന്നുവെങ്കിലും സ്റ്റാലിനിസത്തോടുള്ള വിമർശനാത്മക സമീപനം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അദ്ദേഹം ഒരകലം പാലിച്ചിരുന്നു. അതേസമയം രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1948 തിരുവിതാംകൂർ പ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായരെ തിരുവനന്തപുരത്തെ ശക്തനായ നേതാവായിരുന്ന പട്ടംതാണ് പിള്ളയ്ക്കെതിരെ മത്സരിപ്പിച്ചു. അക്കാലത്ത് വീശിയടിച്ച കോൺഗ്രസ് അനുകൂല തരംഗത്തിൽ പട്ടംതാണ് പിള്ള വിജയിച്ചു. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പട്ടംതാണ് പിള്ള തിരുവിതാംകൂറിൻ്റെ ആദ്യ ജനകീയ പ്രധാനമന്ത്രിയായത്. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായിരുന്നു ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം വിവാഹം കഴിച്ചത് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ KK കുഞ്ചിപ്പിള്ളയുടെ മകൾ മഹേശ്വരി അമ്മയായിരുന്നു. 1948 അവരുടെ വിവാഹം. 1950 കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. മത്തായി മാഞ്ഞൂരാൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം KSP എന്ന പേരിൽ തുടർന്നപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ ത്രിദീപ് ചൗധരി രൂപം നൽകിയ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിച്ചു. അതോടെ ശ്രീകണ്ഠൻ നായർ RSPയുടെ സമുന്നത നേതാവായി ഉയർന്നു. 1952 തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായർ കൊല്ലം മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചു. രണ്ടിടത്തും വിജയിച്ച അദ്ദേഹം ലോക്സഭാ അംഗത്വം നിലനിർത്തുകയും നിയമസഭാംഗത്വം രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിലെ അതിശക്തനായ ഒരു പാർലമെൻറ്റേറിയനായി ശ്രീകണ്ഠൻ നായർ മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കനഗംഭീരമായ ശബ്ദം പലപ്പോഴും പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശംസ പോലും പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി RSP സഖ്യം വേർപിരിഞ്ഞതിനെ തുടർന്ന് ശ്രീകണ്ഠൻ നായർ വീണ്ടും മത്സരിച്ചു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ VP നായരോട് അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്നു വന്ന വിമോചന സമരകാലത്ത് RSP സമരക്കാരോടൊപ്പമായിരുന്നു. RSPയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയും കളക്ടറേറ്റിലെ ദേശീയ പതാക താഴ്ത്തി ചെങ്കൊടി ഉയർത്തുകയും ചെയ്തു. ഭയമെന്തെന്നറിയാത്ത ആളായിരുന്നു ശ്രീകണ്ഠൻ നായർ. സാഹസികത അദ്ദേഹം ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നു. വിമോചന സമരത്തിനു ശേഷവും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാതെ RSP ഒറ്റയ്ക്ക് മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ബേബി ജോൺ ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു.
1962 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് മത്സരിച്ചു. അദ്ദേഹം വീണ്ടും വിജയം ആവർത്തിച്ചു. തുടർന്ന് 1967, 1971, 1977 എന്നീ പൊതു തെരഞ്ഞെടുപ്പുകളിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 1967 സപ്തകക്ഷി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ EMS നമ്പൂതിരിപ്പാടായിരുന്നു മുഖ്യമന്ത്രി. 1969 മുന്നണിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മന്ത്രിസഭ രാജിവെച്ചു. തുടർന്ന് CPI, മുസ്ലിം ലീഗ്, RSP, ISP എന്നിവർ ചേർന്ന് പുതിയ മുന്നണി രൂപീകരിച്ചു. കോൺഗ്രസ് പുറത്തുനിന്ന് മുന്നണിക്ക് പിന്തുണ നൽകി. ആ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു N. ശ്രീകണ്ഠൻ നായർ. എന്നാൽ അദ്ദേഹം ആ നിർദ്ദേശം ശക്തമായി നിരസിച്ചു. അടിസ്ഥാനപരമായി സാഹസികനും പ്രക്ഷോഭകാരിയുമായിരുന്ന ശ്രീകണ്ഠൻ നായർക്ക് അധികാര സ്ഥാനങ്ങളെക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനായിരുന്നു കൂടുതൽ താൽപ്പര്യം. അങ്ങനെയാണ് CPIയുടെ രാജ്യസഭാംഗമായിരുന്ന C. അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. 1980 RSP വീണ്ടും ഇടതുപക്ഷ മുന്നണിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ശ്രീകണ്ഠൻ നായർ കൊല്ലത്തു നിന്ന് മത്സരിച്ചെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ശക്തമായ ഒരു മുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ചിട്ടും പരാജയപ്പെട്ടത് ശ്രീകണ്ഠൻ നായർ എന്ന പ്രക്ഷോഭകാരിയെ മാനസികമായി ഏറെ തളർത്തി. തൻ്റെ കൂടെയുണ്ടായിരുന്ന ചിലരാണ് തന്നെ ചതിച്ചതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായർ പരാജയപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സീറ്റുകളിലും RSP വിജയിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കി. ആ സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനവും ഉറക്കവും കെടുത്തി. 1981 പാർട്ടി പിളർന്നു. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ RSP S എന്ന പുതിയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു കടവൂർ ശിവദാസൻ. എന്നാൽ അപ്പോഴേക്കും രാഷ്ട്രീയത്തിലെ തിരിച്ചടികളും തുടർച്ചയായ മാനസിക സംഘർഷങ്ങളും ശ്രീകണ്ഠൻ നായരെ ഏറെ ക്ഷീണിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല ശ്രീകണ്ഠൻ നായർ. പ്രഗത്ഭനായ എഴുത്തുകാരനും വിവർത്തകനുമായിരുന്നു അദ്ദേഹം. 1946 അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങാൻ തയ്യാറായത്. പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പുസ്തകം തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ടു. ആ പുസ്തകത്തിൻ്റെ പേര് വഞ്ചിക്കപ്പെട്ട വേണാട്. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു മഹാകഥാകൃത്ത് തകഴി ശിവശങ്കരപിള്ള. തകഴിയുമായി ബന്ധപ്പെട്ട രസകരമായൊരു സംഭവമുണ്ട്. പുന്നപ്ര വയലാർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായി കോഴിക്കോട് ജയിലിൽ കിടക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ അമ്മ ജാനകിയമ്മ മരണപ്പെടുന്നത്. അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ വേദനയാണ് പിന്നീട് എൻ്റെ അമ്മ എന്ന വിലാപകാവ്യമായി മാറിയത്. 1947 അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവതാരിക എഴുതാൻ തൻ്റെ ആത്മസുഹൃത്തായ തകഴി ശിവശങ്കരപിള്ളയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തകഴി സന്തോഷപൂർവ്വം സമ്മതിച്ചു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അവതാരിക എത്തിയില്ല. ഒടുവിൽ ശ്രീകണ്ഠൻ നായർ തൻ്റെ വിശ്വസ്തനായ KCS മണിയെ തകഴിയുടെ വീട്ടിലേക്ക് അയച്ചു. നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഒന്നുകിൽ അവതാരികയുമായി മടങ്ങി വരണം, അല്ലെങ്കിൽ തകഴിയുടെ മുൻനിരയിലെ 2 പല്ലുമായി. ഈ KCS മണി ആരായിരുന്നുവെന്നോ? തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരെ ആക്രമിച്ച അധീരനായ വിപ്ലവകാരി. ശ്രീകണ്ഠൻ നായരുടെ വിശ്വസ്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മണിസ്വാമി തകഴിയുടെ വീട്ടിലെത്തി. ആമുഖങ്ങളൊന്നുമില്ലാതെ കാര്യം പറഞ്ഞു. തനിക്കൊരു ചടങ്ങിന് പോകാനുണ്ടെന്നും പിന്നീട് അവതാരിക എഴുതാമെന്നും തകഴി പറഞ്ഞെങ്കിലും മണിസ്വാമി വഴങ്ങിയില്ല. കാപ്പി വാങ്ങിത്തരാമെന്ന പ്രലോഭനവും ഫലിച്ചില്ല. ഒടുവിൽ കരുമാടിയിലെ ഒരു ചായക്കടയിലിരുന്ന് തകഴി അപ്പോൾ തന്നെ അവതാരിക എഴുതി. 18 പേജുള്ള ആ അവതാരികയ്ക്ക് അദ്ദേഹം നൽകിയ പേര് ശ്രീകണ്ഠൻ്റെ അമ്മ എന്നായിരുന്നു. പിന്നീട് എൻ്റെ അമ്മ എന്ന കൃതിയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗങ്ങളിൽ ഒന്നായി ആ അവതാരിക മാറി. ശ്രീകണ്ഠൻ നായരാണ് തകഴിയുടെ കയർ എന്ന മഹത്തായ നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. കൂടാതെ ഇതുതന്നെ മാക്സിസം, ഐക്യകേരളം, കഴിഞ്ഞകാല ചിത്രങ്ങൾ, സാഹിത്യശകലങ്ങൾ തുടങ്ങിയ കൃതികളും അദ്ദേഹം എഴുതി. ചലോ ഡൽഹി വിവർത്തനം ചെയ്തു. എൻ്റെ അമ്മ എന്ന വിലാപകാവ്യം ശ്രീകണ്ഠൻ നായർ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദീനരോടൊപ്പം കരയും, ദുഃഖിതരോടൊപ്പം ഖേദിക്കും, മർദ്ദിതരോടൊപ്പം സമരം ചെയ്യും, വിജയികൾക്കൊപ്പം മരിക്കും. 1983 ജൂലൈ 20 ആ ഇതിഹാസ ജീവിതം അവസാനിച്ചു. ജീവിതകാലം മുഴുവൻ പ്രക്ഷോഭ സമരങ്ങളുടെ തീച്ചുളയിൽ കനലായി ജ്വലിച്ച അതിസാഹസികനായ വിപ്ലവകാരി, മരണം മുന്നിൽ കണ്ടാലും പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി നിർഭയം പോരാടിയ പോരാളി, സ്വാതന്ത്ര്യ സമര സേനാനി, 1/4 നൂറ്റാണ്ടോളം കൊല്ലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച ജനനായകൻ, മുഖ്യമന്ത്രി പദവി മുന്നിൽ വന്നിട്ടും നിരസിച്ച നേതാവ്, പ്രക്ഷോഭകാരി, എഴുത്തുകാരൻ, വിവർത്തകൻ,
എല്ലാറ്റിനുമുപരി ഒരു തലമുറയെ മുഴുവൻ ആവേശം കൊള്ളിച്ച കൊമ്പം മീശക്കാരനായ പോരാളി എൻ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹേശ്വരിയമ്മ 2017 അന്തരിക്കുന്നതുവരെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ പത്രത്തിലൊരു അനുസ്മരണ സന്ദേശം പ്രസിദ്ധീകരിക്കുമായിരുന്നു. അവരുടെ മരണത്തോടെ ആ പതിവിനും വിരാമമായി. ഇവർക്ക് നജ എന്ന പേരിലൊരു മകളുണ്ട്. തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ഏതൊരാളും അറിയേണ്ട വ്യക്തിത്വമാണ് എൻ ശ്രീകണ്ഠൻ നായർ. രാജ്യം കൂടുതൽ ആദരിക്കുകയും പുതിയ തലമുറ കൂടുതൽ അറിയുകയും ചെയ്യേണ്ട ഒരു വിപ്ലവകാരി. കാലത്തിൻ്റെ തിരക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പലരുടെയും ഓർമ്മകളിൽ നിന്നും അകന്നു പോയിരിക്കാം. എന്നാൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും പോരാട്ടങ്ങളും ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ വിസ്മരിക്കപ്പെടാൻ പാടില്ല, ഓർമ്മിക്കപ്പെടണം, പുതിയ തലമുറയിലേക്ക് കൈമാറപ്പെടണം. കാരണം മനുഷ്യർ മരിച്ചാലും ആശയങ്ങൾ മരിക്കുന്നില്ല, പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, ചരിത്രമൊരിക്കലും മായുന്നുമില്ല. മൺമറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത മറ്റൊരു ജീവിത കഥയുമായി നമുക്ക് വീണ്ടും കാണാം.